വളരെ വികാരഭരിതനായാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ കളവാരോപണം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തത്തിൽ പെടുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ആ ആശുപത്രിയിൽ ജോയിൻ ചെയ്ത ഡേറ്റ് അടക്കം സർക്കാരിന്റെ ആവശ്യപ്രകാരം അനുസരിച്ച് ഏറ്റവും മിടുക്കനായ ഉദ്യോഗസ്ഥനെ അവിടെ കൊണ്ടുവന്നതാണെന്ന് ആരോഗ്യമന്ത്രി കേരളത്തോട് പറഞ്ഞടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിൽപ്പുണ്ട്. അതിനും 1 വർഷം മുൻപ് അവിടെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു ഉപകരണത്തെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി വന്ന റിപ്പോർട്ട്, അതിൽ കിട്ടിയിരിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ കള്ളനാണ് എന്നൊരു ആരോപണം കേൾക്കുക എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്ന് അറിയാം. അതും അത്രയും കഠിനാധ്വാനിയായ 365 ദിവസത്തിൽ 360 ദിവസവും ജോലി ചെയ്ത ഒരാൾക്ക് കേൾക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ആ അവസ്ഥയിലേക്ക് സർക്കാർ തന്നെ ഈ മേഖലയിൽ സർവീസിൽ ഏറ്റവും മിടുക്കൻ എന്ന നിലയ്ക്ക് വിളിച്ചു വരുത്തി ചുമതല ഏൽപ്പിച്ച ഒരു ഉദ്യോഗസ്ഥനെ എത്തിക്കേണ്ടതുണ്ടോ? ഇവിടെ തിരുവനന്തപുരം യൂറോളജി വിഭാഗത്തിന്റെ പൊതുവായ പ്രശ്നങ്ങൾ കൂടി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കമ്മീഷനെ വെച്ചത്. കമ്മീഷൻ എന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞ പോലെ മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസ് എഴുതി കൊടുത്തതൊന്നുമല്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലാണ് ഡോക്ടർ പത്മകുമാറാണ് കമ്മീഷനിൽ ഒരംഗം. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാറാണ് മറ്റൊരാൾ. ഡോക്ടർ ഗോമതി, ഡോക്ടർ രഞ്ജു രവീന്ദ്രൻ അവരുടെ സഹപ്രവർത്തകരാണ്. ഡോക്ടർമാരാണ് അന്വേഷിച്ചിരിക്കുന്നത്. എന്നിട്ട് അവർ പറഞ്ഞ വളരെ ഗൗരവമായ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്താ? ഇതേ ഓപ്പറേഷൻ ഇതിന്റെ 2ാമത്തെ തിയേറ്ററിൽ പിറ്റേ ദിവസം നടന്നു. അതൊരു ചെറിയ കാര്യമാണോ? പ്രോബില്ലാത്തത് കൊണ്ട് അന്വേഷണം ഇവിടെ ഓപ്പറേഷൻ മാറ്റിവെച്ചു എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ തൊട്ട് പിറ്റേ ദിവസം മറ്റൊരു ഓപ്പറേഷൻ, അതേ ഓപ്പറേഷൻ നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ ഉപകരണം അവിടെ ഉണ്ടായിരുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ അവിടെ യൂറോളജി വിഭാഗത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ മാറ്റം വരുത്തണം എന്നതിനെ സംബന്ധിക്കുന്ന സമഗ്രമായ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, പിന്നെ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ അദ്ദേഹത്തിന് തീരെ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് സ്ഥാപിക്കാനാണല്ലോ ശ്രമം നടക്കുന്നത്. എന്നാൽ റിപ്പോർട്ടിനകത്തുണ്ട് 2025 5-ാം മാസം പ്രോബ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, 9-ാം മാസം പ്രോബ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, 2025 ജനുവരി മാസം പ്രോബ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, ഫെബ്രുവരി മാസം പ്രോബ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ മാർച്ച് മാസത്തിലെ പ്രോബ് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്താ? അപ്പോഴേക്ക് പ്രോബിന്റെ വില കൂടി. 1,00,000 ഉറുപ്പികയുടെ സാധനം മാത്രമേ സൂപ്രണ്ടിന് അനുവദിക്കാൻ കഴിയൂ. പിന്നീട് അനുവദിക്കാൻ അധികാരമുള്ളത് അവിടുത്തെ ഈ ഹോസ്പിറ്റൽ കമ്മിറ്റി ചെയർമാനായിട്ടുള്ള കലക്ടർക്കാണ്. കലക്ടർക്ക് അത് അയച്ചു എന്നുള്ളത് കൊണ്ടാണ് താമസം ഉണ്ടായത്. മാത്രമല്ല 23/6 കലക്ടർ അനുമതി കൊടുക്കുന്നത്. 27 തന്നെ അതവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോ സ്വദേശപരമല്ല ഡോക്ടർ ഹാരിസിന്റെ ഈ പറയുന്ന പറച്ചൽ എന്നാരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി കഴിയോ? ഇപ്പോഴും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയാൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ സംശയിക്കും. ഇതെല്ലാം ആയിരുന്നില്ലല്ലോ മാഷേ ഇതിനു മുൻപ് പറഞ്ഞത്. ഇപ്പോ ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയുന്നതിന് പകരം പാർട്ടിക്ക് ഇത് റിപ്പോർട്ടിനെ പറ്റിയാണല്ലോ ചർച്ച. റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നു സമാനമായ ഓപ്പറേഷൻ അതിന്റെ 2ാമത്തെ യൂണിറ്റ്. ഞാൻ പറഞ്ഞതല്ലേ മാഷേ, മാഷ് പറയുന്നതിന് മുമ്പ് ഞാനാണല്ലോ ഈ ചർച്ചയിലാണെങ്കിൽ ആ പ്രോ ഉപയോഗിച്ചത് ചെയ്യാം. അത് ഈ റിപ്പോർട്ടിനെ പറ്റിയാണല്ലോ ചർച്ച. രണ്ടാമത് അവിടെ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് 2024 5-ാം മാസവും 9-ാം മാസവും 25 ജനുവരിയിലും ഫെബ്രുവരിയിലും പ്രോബ് കൊടുത്തിട്ടുണ്ട്. ഈ മാർച്ചിൽ ആവശ്യപ്പെട്ട പ്രോബ് കൊടുക്കാൻ കഴിയാത്തത് സൂപ്രണ്ടിന്റെ പണാധികാരത്തിന്റെ പരിധി കഴിഞ്ഞിരിക്കുന്ന പ്രോബിന്റെ വില കൂടി 1,00,000 മേലെയായി. അതുകൊണ്ട് കൊടുക്കാനായില്ല. എന്നാൽ അവിടെ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ ചരിത്രത്തില് ഏറ്റവും വൃക്ക ശസ്ത്രക്രിയ നടന്നിരിക്കുന്നത് ഈ കാലത്തല്ലേ? ഹൃദയ ശസ്ത്രക്രിയ ഏറ്റവും നടന്നിരിക്കുന്നത് ഇക്കാലത്തല്ലേ? ഇതെല്ലാം ചെയ്തിരിക്കുന്ന ഒരു ഗവൺമെന്റിനെ, ഒരു ഡിപ്പാർട്ട്മെന്റിനെ ഇകഴ്ത്തി കാണിക്കാൻ അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനം പ്രയോജനപ്പെടുത്തുന്ന ശരിയാണ്. നമുക്ക് മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ നടക്കുന്ന ശസ്ത്രക്രിയകളുടെ എണ്ണം ഏറ്റവും കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ചെയ്യുന്നത് സർക്കാരാണ് എന്നാണ് മാഷ് പറയുന്നത്. അതായത് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദി സർക്കാരാണ്. എല്ലാ കാര്യങ്ങളുടെയും എല്ലാ മികച്ച നേട്ടങ്ങളുടെയും ഉടമ സർക്കാരാണ്. മാഡം, ഒറ്റ കാര്യം, ഞാനിപ്പോ ഇവിടെ ആരോഗ്യ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞല്ലോ. ഏറ്റവും കൂടുതൽ കാർഡിയോളജി ഇൻവെൻഷന് ഈ കൊല്ലം സമ്മാനം കിട്ടിയ സംസ്ഥാനം ഏതാ ഈ രാജ്യത്ത്? കേരളമാണ്. NQASന്റെ അംഗീകാരം ഏറ്റവും നേടി മെഡിക്കൽ കോളേജുകളുള്ളത് ഇപ്പൊ എവിടെയാ? കേരളത്തിലാണ്. ആരോഗ്യമേഖല അടിസ്ഥാന വികസനത്തിന് 10,000 കോടി ഈ കഴിഞ്ഞ കൊല്ലം കൊടുത്ത സ്റ്റേറ്റ് ഏതാ? കേരളമാണ്. മെഡിക്കൽ കോളേജുകൾക്ക് ഇടപെടുകയാണ്. അതായത് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന, നമ്മുടെ ആരോഗ്യ വിഭാഗത്തിൽ ആശുപത്രികളിൽ നടക്കുന്ന ഏറ്റവും മികച്ച കാര്യങ്ങൾക്കൊക്കെ ഉത്തരവാദി അല്ലെങ്കിൽ അതിലെ ഉടമസ്ഥ, അതിലെ പെരുമ പേറുന്നവർ സർക്കാർ തന്നെ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ, ഈ ബുദ്ധിമുട്ടുകളിലും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതും സിസ്റ്റം അല്ല സർക്കാരാണെന്നാണ് തുടർച്ചയായി പറയുന്നത്. ഇപ്പൊ 2025 സെപ്റ്റംബർ 4 വരെ ഈ അങ്ങനെ പറയരുത് മാഷേ, അല്ലല്ല
മാഷ് ഒരു കാര്യം പറയാൻ അത് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം. അത് വെച്ചുകൊണ്ട് ആരോഗ്യ മേഖല വെന്റിലേറ്ററാണ്. മാഷ് മൂന്ന് തവണ ഞാനൊരു കാര്യം കൺക്ലൂഡ് ചെയ്യാൻ നിൽക്കുന്ന ഞാൻ ബഹുമാനപൂർവ്വം സമ്മതിച്ചു. പക്ഷെ എനിക്ക് ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാനുള്ള അനുമതി മാഷ് തരേണ്ടതുണ്ട്. അതാണ് ജനാധിപത്യ മര്യാദ. ഈ സെപ്റ്റംബർ മാസം അവസാനം വരെ അവിടെ വലിയ ക്യൂ ഉണ്ട്. ഈ പറയുന്ന ഓപ്പറേഷനുകൾ പൂർത്തിയാക്കാൻ, ഈ പറയുന്ന പ്രൊസീജിയറുകൾ പൂർത്തിയാക്കാൻ അവിടെ മാസങ്ങൾ നീളുന്ന ക്യൂ ഉണ്ട് എന്നത് സ്ഥിരീകരിക്കുന്നുണ്ട് ഈ റിപ്പോർട്ട് തന്നെ. അങ്ങ് നേരത്തെ പറഞ്ഞു മാർച്ചിൽ കൊടുത്തു, സെപ്റ്റംബറിൽ കൊടുത്തു എന്നൊക്കെ. 28/5 ഈ റിക്വസ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ പ്രോബ് സപ്ലൈ ചെയ്യുന്നത് 27-നാണ്. 2 മാസത്തെ പ്രശ്നമുണ്ട്. അതായത് അത് ഏറ്റവും അടുത്താണ്. തൊട്ടടുത്ത മാസം റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ 3 മാസം, പിന്നെ റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ 4 മാസം, ഇങ്ങനെ ഓരോ മാസം വീതം എക്സ്റ്റെൻഡ് ചെയ്താണ് കൊടുക്കുന്നത്. ഇത് ഈ പറയുന്ന ആരോഗ്യ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ളതാണ്. ഏതെങ്കിലും 4 മാസം കഴിയുമ്പോൾ ചുവപ്പ് നാട കഴിയുമ്പോൾ കിട്ടേണ്ട ഒരു പ്രശ്നമല്ല. അത് ഈ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി തീയതി അടക്കം പറയുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത.